ഏതൊരു ജ്യോതിഷികളും ഫലം പറയുന്ന സമയത്ത് വളരെ ഊന്നി പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അസ്തംഗം, വക്രം, അസ്തമയനം മുതലായവ. അസ്തമനം, ഇത് ഞാൻ അസ്തംഗം എന്നുള്ളത് തമിഴിൽ പറഞ്ഞതാണ്. അസ്തംഗം എന്നാൽ മൗഢ്യം എന്നാണ് അർത്ഥം. മൗഢ്യം വന്നാൽ കുഴപ്പമെന്ന് പറഞ്ഞു കാണുന്നു. ഇതിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഒത്തിരി ഉണ്ട്. ഹോരാശാസ്ത്രത്തിൽ തന്നെ വരാഹ മിഹിര ആചാര്യൻ ഉള്ളിനെ ഉള്ളിലടക്കി പല ശ്ലോകങ്ങളിലും ഇതിനെപ്പറ്റി പറഞ്ഞു പോയിട്ടുമുണ്ട്. നിങ്ങൾ മൗഢ്യത്തെ പറ്റി വല്ല ശ്ലോകം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് കേട്ടിട്ടുണ്ടാവും. ഉദഗയനേര വിശീതമയൂഖൗ വക്രസമാഗമഗാ പരിശേഷ വിബുധകരായുധിച്ചോത്തര സംസ്ഥ ചേഷ്ടിത വീരയുധ പരികൽപ്യ. ഇത് കേട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. ഒരു ഗ്രഹം എപ്പോഴാണ് മൗഢ്യമടയുന്നത്? വക്രത്തെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു ഗ്രഹം എപ്പോഴാണ് മൗഢ്യമടയുന്നത് എന്ന് വെച്ചാല് സൂര്യനോട് ഒരു ഗ്രഹം കൺജങ്ഷൻ, ക്ലോസ് കൺജങ്ഷനിൽ വന്നാൽ, അടുത്ത് വന്നാൽ മൗഢ്യമടയുമെന്നാണല്ലോ. അത് ഒരു 3 ഡിഗ്രിക്കൊക്കെ ഇടയിൽ വന്നാലേ, 3 ഡിഗ്രി ഇടവഴിയിൽ വന്നാല് മൗഢ്യമടയും, അസ്തംഗം എന്ന് പറയും. അപ്പൊ 3 ഡിഗ്രി ഫോർവേഡ് ആവാം, ബാക്ക്വേഡ് ആവാം. സൂര്യൻ എവിടെയാണെങ്കിൽ സൂര്യനെ വന്ന് മുട്ടുന്നു, അല്ലെങ്കിൽ കടന്നു പോയിട്ടിരിക്കുന്നു. ഇത് രണ്ടും അസ്തംഗമാണ്. നാഡി ജ്യോതിഷത്തില് മൗഢ്യം വേറൊരു തരത്തിലാണ് കണക്കാക്കാറ്. നാഡി ജ്യോതിഷത്തില് മൗഢ്യം വേറൊരു തരത്തിലാണ് കണക്കാക്കാറ്. ഇപ്പൊ ഞാൻ ശരകലയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് പ്രത്യേകിച്ച് പറയുന്നതാണ്. നാഡിയുമായി ബന്ധപ്പെട്ടതാണല്ലോ ശരം. പഠിക്കുമ്പോൾ നിങ്ങൾ ഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ ശരീരത്തിൽ ഓടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന രാശി ഏതാണെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണല്ലോ. അപ്പോ ഇതെന്റെ സ്റ്റുഡൻസിനുകൾക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ വ്യൂവേഴ്സ് എത്ര തന്നെ വന്നാലും ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതില് സൂര്യനെ ഒരു ഗ്രഹം കടന്നു പോയാൽ ആ നാഡിയെ മുറിക്കപ്പെട്ടു, നാഡിയെ കടന്നു എന്നർത്ഥം. സൂര്യന്റെ നാഡിയെ കടന്നു. ഇത് സൂര്യനെ നോക്കി ചെല്ലുന്നു. ഗ്രഹച്ചേർക്ക എന്ന് പറയുന്ന ഗ്രഹച്ചേർക്കയില് ഇപ്പൊ ബുധൻ മൗഢ്യം അടഞ്ഞു, അഥവാ ബുധൻ അസ്തംഗം അടഞ്ഞാലും സൂര്യനെ നോക്കി ചെല്ലുന്നു എന്ന്. അപ്പൊ ബുധൻ സൂര്യനെ നോക്കി ചെല്ലുമ്പോൾ സൂര്യന്റെ കാരകത്വത്തെ ബുധൻ ഉൾവാങ്ങിടും എന്നതാണ് അതിന്റെ ഒരു തത്വം. സൂര്യന്റെ കാരകത്വത്തെ ബുധൻ ഉൾവാങ്ങിക്കഴിഞ്ഞാൽ ബുധന്റെ കാരകത്വം സൂര്യന്റെ കാരകത്വമായിട്ട് മിക്സ് ആകും, കുറെ കാരകത്വങ്ങൾ പോകും. ഇനി ബുധൻ സൂര്യനെ കടന്നു പോയി കഴിഞ്ഞാല് സൂര്യനായിരിക്കും ബുധന്റെ കാരകത്വത്തെ ഉൾവാങ്ങുന്നത് എന്നും ഒരു കണക്ക് ഉണ്ട്. അപ്പോ അസ്തംഗം അടയുന്നത് പ്രിയർ ആണോ ആഫ്റ്റർ ആണോ? പ്രിയർ ടു the position of Venus or the position of Mercury, whether it is prior to Sun or whether it is gone after the Sun. ഈ തരത്തിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇത് ഒന്നാമത്തെ ഒരു ഇതാണ്. നമ്മളൊരു ഗ്രഹത്തിന്റെ കാരകത്വം, ഇതൊരു കാര്യം കേട്ടോ. അതിന് ഞാൻ അവിടെ നാഡീ ജ്യോതിഷത്തിന്റെ ഒരു കാര്യം പറഞ്ഞ അവിടെ അവസാനിപ്പിച്ച് മെയിൻ പോയിന്റ് പറഞ്ഞു അതില്. ഇനി അടുത്തൊരു കാര്യം, ഇത് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും.